എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ള ഊട്ടിക്കടുത്തുള്ള കുനൂറിലാണ്. അപ്പോൾ നമ്മൾ 4-5 ദിവസമായിട്ട് ഊട്ടിയൊക്കെ കറക്കമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ 5 ദിവസത്തെ ഊട്ടിക്കറക്കൊക്കെ നിർത്തി നമ്മൾ തിരിച്ച് മല ഇറങ്ങാൻ പോവുക. ഇപ്പോൾ കോടയൊക്കെ ഇറങ്ങാൻ തുടങ്ങി. എന്നാൽ പിന്നെ നമുക്ക് പോയേക്കാം. നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ നീലഗിരി കുന്നുകളിലൂടെയായിരുന്നു ഇത്രയും ദിവസം നമ്മുടെ യാത്ര. അപ്പോൾ ഇന്ന് നമ്മൾ നീലഗിരി കുന്നുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ്. നീലഗിരി മലനിരകൾക്ക് പേര് വന്നത് ഇവിടെ ഇഷ്ടംപോലെ നീലക്കുറിഞ്ഞി പൂക്കും. അപ്പോൾ നീലക്കുറിഞ്ഞി പൂക്കുന്ന സമയത്തൊക്കെ നല്ല നീല കളറായി മലനിരകൾക്കൊക്കെ. അങ്ങനെയാണ് നീലഗിരി മലനിരകൾ എന്ന് പേര് വന്നത്. തമിഴ്നാട്, കേരളം, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളിലൂടെ വ്യാപിച്ചു നടക്കുന്ന മലനിരകളാണ് നീലഗിരി മലനിരകൾ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഒരുപാട് കാട്ടുപോത്തുകളെ കണ്ടു. അപ്പോൾ ഇവിടെ ഈ നീലഗിരി മലനിരകളിൽ ഏകദേശം 2000-ലധികം കാട്ടുപോത്തുകളുണ്ടെന്നാണ് പറയുന്നത്. ഇവിടുന്ന് ഈ റൗണ്ടിന് തിരിഞ്ഞു വരാൻ പറ്റുമോ നോക്കണം. ഫുള്ള് ലെഫ്റ്റ് ചേർത്തിട്ട് ആ റൈറ്റ് എടുത്ത് വരണം. ഇവിടെ തിരിയണം. ഇച്ചിരി ഫുള്ള് ലെഫ്റ്റ് എടുക്കണേ. ഫുള്ള് ഓടിച്ച് വന്നിട്ട് വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ബസ് പെട്ടെ ഒന്ന് റിവേഴ്സ് എടുക്കേണ്ടി വരും. പോട്ടെ ഞാൻ തിരിച്ചു പിടിച്ചാൽ മതി. അതെ, തോക്കുമാരൻ്റെ വണ്ടി. ഇവിടെ തോക്കുമാരൻ്റെ വണ്ടിയുടെ അനിയന്മാരാ. അതെ, പിള്ളേർ ടാറ്റ വരുന്നു. ബൈ. മേട്ടുപ്പാളയത്ത് നിന്ന് കയറി വരുന്ന മഞ്ഞാണോ അത്? മേട്ടുപ്പാളയത്ത് നല്ല വെയിലായിരിക്കും. തീ വെയില. നല്ല മഞ്ഞായി. മഞ്ഞ് വന്ന് നമ്മളെ പൊതിയും. ഇപ്പം ഒന്നും കാണത്തില്ല. ഇതാണ് കാട്ടേരി എന്ന് പറഞ്ഞ സ്ഥലം. കാട്ടേരി. ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കാട്ടേരി. മൈസൂർ 177, ഊട്ടി 20, കുന്ത 27. ടോയ് ട്രെയിനിന്റെ ലൈനായി പോന്നെ. അതെ. കരൂർ 176 കിലോമീറ്റർ. ഇതുവഴി നമ്മൾ ആദ്യമായിട്ട് പോവാ അല്ലേ? ഇതിലെ ഞാൻ വന്നിട്ടുണ്ട് നേരത്തെ. ഇതിലെ നമ്മള് വ്ലോഗ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. ഇതിലേക്ക് വന്നിട്ടില്ല. ആ ലോറിയിലോട്ട് നോക്കിയാ അതിന്റെ മുകളിലെല്ലാം കുരങ്ങാ. അത് ടാങ്കാ. ഇതിനകത്ത് കയറി പോവന്മാരെ. ഇപ്പൊ പുത്തേ ട്രാവലോന്റെ കൂനൂരിൽ നിന്നും മേട്ടുപ്പാളയത്തേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് കുറച്ച് ഹെയർ പിൻ ബെൻഡുകളൊക്കെ ഇറങ്ങാനുണ്ട്. ലോസ് ഫോൾസ്, ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ഇതായിരിക്കും, ഇവിടെ ആയിരിക്കും. ഇവിടെ ഇപ്പോഴും ഇത്രയും വെള്ളമുണ്ട് കേട്ടോ. മഴക്കാലത്ത് നല്ല വെള്ളമായിരിക്കും. ഈ വഴി ചില സ്ഥലത്ത് ഇതുണ്ടോ, ഇതുപോലെ വീതി കുറവുണ്ടോ. അപ്പോൾ ഇനി നമ്മൾ ചുരം ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ തണുപ്പും മഞ്ഞും എല്ലാം പോകും. എലിഫന്റ് ക്രോസിംഗ് സോൺ. ഇവിടെ മൃഗങ്ങൾ ക്രോസ് ചെയ്യാത്ത ഏതെങ്കിലും റോഡുണ്ടോ? അതെ, ഒന്നുമില്ല. ഇവിടെയൊക്കെ മണ്ണിടിയാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഇത്. നന്ദഗോപാൽ ബ്രിഡ്ജ്. അങ്ങോട്ട് നോക്കിയാൽ അതെല്ലാം വലിയ മലനിരകളാണ്. അതെല്ലാം മഞ്ഞ് കയറി മൂടി. അതെ, നമുക്ക് ഇറങ്ങി പോകേണ്ട റോഡാണത്. അതേപോലെ തന്നെ റെയിൽവേ ലൈനും അതെ തൊട്ടടുത്തോടെ തന്നെയാണ് പോകുന്നത്. മുകളിലേക്ക് നോക്കിയേ, ഇന്നാ പൊക്കമുള്ള മലകളാണ്. കോടമഞ്ഞ് കാരണം ബാക്കിയൊന്നും കാണത്തില്ല. വലിയ വണ്ടിയൊക്കെ ഉണ്ട്. ഇത് ഈ റൂട്ടിൽ പിന്നെ എല്ലാ വണ്ടികളും ഓടുന്നുണ്ട്. വളവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വീതിയുണ്ട് ഒരു വിധം. ചില സ്ഥലങ്ങൾ മാത്രം കുറച്ച് വീതി കുറവുണ്ട്. എലിഫന്റ് ക്രോസിംഗ് സോൺ. ഈ വണ്ടി ഇപ്പം താഴെ നിന്ന് കയറി വരുന്നത് കണ്ടതാണ്. ഹെയർപിൻ ബെൻഡ് 13, 14 എണ്ണത്തിൽ 13ാമത്തെ ആണെന്ന് തോന്നുന്നു. അല്ല, താഴേക്കാണ് കണക്ക് വെക്കുന്നത്. അപ്പം 14 ഹെയർപിൻ ബെൻഡാണ്. അതിൽ 13 എണ്ണം ഇനിയുണ്ട്. താഴേന്നാണ് എണ്ണം നോക്കുന്നത്. ഒരു ഹെയർപിൻ ബെൻഡേ നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ. ഇതുണ്ട്, ഇവിടെയൊക്കെ റോഡിൻ്റെ അടുത്തോട്ട് തന്നെയാണ് ട്രെയിനും പോകുന്നത്. റെയിൽവേ ലൈനും തൊട്ടടുത്താണ്. നീലഗിരി ബയോസ്ഫിയർ ആയത്. ഗീവ് വേ ഫോർ അപ്ഹിൽ വെഹിക്കിൾസ്. കയറ്റം കയറി വരുന്ന വണ്ടികൾക്ക് വഴി നിർത്തിക്കൊടുക്കുക വണ്ടികൾ. ഇത് 12ാമത്തെ. ഹെയർപിൻ ബെൻഡ് 11. ഇതുവഴി വരുമ്പോഴേ നല്ല ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടം പോലെ വരുമ്പോൾ നല്ല തിരക്കായിരിക്കും. ഇപ്പം ഇട ദിവസം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അവധി ദിവസങ്ങളിലൊക്കെയാണ് ഭയങ്കര തിരക്കായിരിക്കും. വെക്കേഷനൊക്കെ നല്ല തിരക്കായിരിക്കും. അല്ല, ശനി ഞായറൊക്കെ ആണെങ്കിലും നല്ല തിരക്കുണ്ടാവും. ഹെയർപിൻ ബെൻഡ് 10.
മരപ്പാലം. ഇവിടെ പണ്ട് മരപ്പാലം ആയിരുന്നു തോന്നുന്നു. ആയിരിക്കാം. തടികൊണ്ടുള്ള പാലം ഉണ്ടായിരുന്നായിരിക്കും. ഇതുണ്ട് ചെറിയൊരു കലിങ്ങുണ്ട്. അത് ചിലപ്പം പണ്ട് മരപ്പാലം ആയിരുന്നായിരിക്കും അല്ലേ? ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ആ സ്ഥലത്തിന് മരപ്പാലം എന്ന് പറയുന്നത്. തിരക്കുള്ള സമയത്താണെങ്കിലേ ചുരം ഇറങ്ങുവാണേലും കയറുവാണേലും നല്ല സമയം എടുക്കും. ചിലപ്പം ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും. അല്ല, എല്ലായിടത്തും ഒന്നും നല്ല വീതി ഇല്ലല്ലോ. ഇല്ല. തിരുച്ചി 258 കിലോമീറ്റർ. ഇത് പിന്നെ ചെറിയ വണ്ടിയാ. ലോറി ഉണ്ട് പറയാം. നിർത്തി ഇത് കട്ട്സൈസ് വണ്ടിയാ. അത് പറന്ന് കയറിപ്പോരും. നമ്മുടെ വണ്ടിയുടെ അത്രയും അതിലും വെയിൽ ബേസ് കുറവാണ്. അവരൊക്കെ കയറിപ്പോ ഇനി നമുക്ക് ഇറങ്ങിപ്പോ. ഹെയർപിൻ ബെൻഡ് 7 കറക്റ്റ് 14-ൽ 7ാമത്തെ ഹെയർപിൻ ബെൻഡ്. അപ്പൊ 7 എണ്ണം നമ്മൾ ഇറങ്ങി. ഇറക്കം ഇറങ്ങി വരുന്ന പെട്ടെന്ന് കയറി പോകുമ്പോഴാ ഇതൊരു ദൂരമായിട്ട് തോന്നുന്നത്. അതെ. ചില സ്ഥലത്തോട്ട് വരുമ്പോഴത്തേനും ഭയങ്കര ഇരുട്ട് രാത്രിയായപോലെ. 1823 ബ്രിട്ടീഷുകാരനായ ജോൺ സള്ളിവനാണ് ഈ മേട്ടുപ്പാളയത്തിൽ നിന്ന് ഊട്ടിയിലേക്ക് കണക്ട് ചെയ്ത് റോഡ് നിർമ്മിക്കുന്നത്. അന്നത്തെ കാലത്തെ ഈ മേട്ടുപ്പാളയത്തു നിന്നൊക്കെ അല്ലെങ്കിൽ ഊട്ടിയിൽ നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് കുതിരപ്പുറത്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കുതിരയും കാളവണ്ടിയും കാണുമായിരിക്കും. കാളവണ്ടി ഉണ്ടായിരുന്നല്ലോ കുറെ കാലം. കാളവണ്ടിയൊക്കെ ഇല്ലാതായിട്ട് ഒരു 10-30 വർഷത്തിൽ കൂടുതലായില്ലോ. 30-40 വർഷമായി കാണും. കഴുതപ്പുറത്തും കാണുമായിരിക്കും സാധനങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. മൃഗങ്ങളെ ഉപയോഗിച്ചായിരുന്നു അന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഹിമാചലിലും നേപ്പാളിലും ഒക്കെ ചില ഗ്രാമങ്ങളിലേക്കൊക്കെ കഴുതപ്പുറത്താ ഈ ചരക്കുകളൊക്കെ കൊണ്ടുപോകുന്നത്. എന്തിനു നമ്മള് പിന്നെ പഹൽഗാം ഒക്കെ ചെന്നപ്പോ കണ്ടില്ലേ കുതിരയുടെ പുറത്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങനെ. മലമ്പ്രദേശങ്ങളിലേക്കൊക്കെ ചരക്ക് കൊണ്ടുപോകാൻ കൂടുതലും ഇപ്പം മൃഗങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. ഇന്നും അന്നും അധികം വർഷമായില്ലല്ലോ ശബരിമല കഴുതയെ മാറ്റിയിട്ട്. അതെ. ശബരിമലയ്ക്ക് സ്ഥിരം കഴുതപ്പുറത്തല്ലായിരുന്നു സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. ഇവിടെ എല്ലാ ആനകളുണ്ട് കേട്ടോ. എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. ചിന്ന കുറുമ്പടി. അവിടെ കണ്ടോ ചക്ക ഇരിക്കുന്നുണ്ട്. എത്ര എണ്ണ ചക്ക വേണോ? ഇവിടുത്തെ ചക്കപ്പഴം പഴമാണോ പച്ചയാണോ? പഴമാണോ? ഇതിലെയൊക്കെ വെള്ളം ഒഴിയെ വരുന്ന. മഴ പെയ്യാത്തോണ്ട് വളരെ കുറച്ചേ വെള്ളമുള്ളൂ. കോയമ്പത്തൂർ 54 കിലോമീറ്റർ. ആനപ്പിണ്ടം കാണണമെന്നൊന്നുമില്ല. ആന ഉണ്ടായിരിക്കും. ഒരു 50 മീറ്റർ അകലത്തിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് പെരിയ കുറുമ്പടി. പുറകെ കണ്ട ചിന്ന കുറുമ്പടിയായിരുന്നു. ഇത് പെരിയ കുറുമ്പടി. 1819 ഈ ജോൺ സള്ളിവൻ കോയമ്പത്തൂർ കളക്ടറായിരുന്നു. അദ്ദേഹമാണ് ഊട്ടിയെ ബ്രിട്ടീഷുകാരുടെ വിശ്രമ കേന്ദ്രമാക്കി മാറ്റുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ തേയിലക്കൃഷിയും അതുപോലെ തന്നെ ഒത്തിരി കൃഷികൾക്ക് അനുയോജ്യമായ മണ്ണ് അന്ത് കണ്ടുപിടിക്കുന്നതും ഇവിടെ തേയിലക്കൃഷി തുടങ്ങുന്നതും ഒക്കെ. അങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക, വീണ്ടും അങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക. മേട്ടുപ്പാളയത്തെ നല്ല ചൂടും 10-30 കിലോമീറ്റർ ഇങ്ങോട്ട് കയറി വന്ന് നല്ല തണുപ്പും. അതെന്ന് പറഞ്ഞാൽ മേട്ടുപ്പാളയം സമതലമാണ്. അപ്പൊ അവിടുന്ന് മല കയറിയല്ലേ ഈ 30 കിലോമീറ്റർ മല കയറി വരുമ്പോ ഹിൽസിലെത്തുകയല്ലേ. അതേപോലെ തന്നെയല്ലേ നമ്മുടെ ഇവിടെ നമ്മള് സേലത്തുനിന്ന് ഏർക്കാടിന് കയറി പോകുമ്പോ സേലത്ത് നല്ല ചൂടായിരിക്കും. ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. ഏർക്കാട്ടോട് ചെല്ലുമ്പോ തണുപ്പ്, നല്ല തണുപ്പ്. നമ്മള് മുണ്ടക്കയത്തുനിന്ന് കുട്ടിക്കാനത്തിനൊക്കെ കയറി പോകുന്ന പോലെ 20 കിലോമീറ്റർ ഉള്ളത്. മുണ്ടക്കയത്ത് നല്ല ചൂടായിരിക്കും. കുട്ടിക്കാനം ചെല്ലുമ്പോ എന്നാ തണുപ്പും മഞ്ഞുമായിരിക്കും. ചേട്ടൻ അവിടെ ഇറങ്ങിയെന്ന് വീഡിയോ എടുക്കും. നല്ല മഴക്കാലത്തൊക്കെ ഇതുവഴി വരുമ്പോഴേ ഒരു ഭീകരത കേട്ടോ രാത്രിയിലൊക്കെ വരുമ്പോ. അല്ലെ തന്നെ വനം ഭയങ്കരമായിട്ടേ ഒട്ടഞ്ഞ് നിൽക്കല്ലേ ഇവിടെ. റോഡിൽ പോലുവേ എന്നെ ഇരുട്ടാന്ന് നോക്കിയേ മരമുള്ളടുത്ത് വരുമ്പോ. ഹെയർപിൻ ബെൻഡ് 4. ഇനി വെറും 3 ഹെയർപിൻ ബെൻഡ് കൂടെ മാത്രം. ബുർലിയാർ. അടുത്ത വണ്ടി കയറി വരുന്നുണ്ട് ലോറി. ഹെയർപിൻ ബെൻഡ് 3. ഇനി 2 എണ്ണം കൂടെ ഉള്ളൂ. ചക്ക ഇഷ്ടം പോലെ ഇവിടുത്തെ ചക്ക ആയിരിക്കും. റംബുട്ടാനും ഉണ്ട്. ഫ്രൂട്ട്സ് ഒത്തിരി ഉണ്ട്. ഒത്തിരി ഉണ്ട്. ഇവിടെ നിർത്താൻ ഈ സൈഡ് ഫുള്ള് ഫ്രൂട്ട്സ് കടകളാണ്. ഇതുണ്ട് ഇതെല്ലാം. അതെ
അല്ല ഇവിടുത്തെ റംബൂട്ടാൻ മറ്റു സാധനം മേടിച്ചാലും നമുക്ക് കുറെയൊക്കെ ഇവിടുത്തെ ആയിരിക്കും കേട്ടോ, ഇവിടെ നിർത്താൻ ഇടയില്ല. ആട്ടുകാൽക്കിഴങ്ങൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പന്നിമഷി സൂപ്പ് വെക്കണം, സൂപ്പ് വെച്ച് കുടിക്കും. ഇതാണ് ബുർലിയാർ. ബുർലിയാർ എന്ന ഈ സ്ഥലപ്പേരും. ഇതാണ് ചില സ്ഥലങ്ങളിൽ തീർത്ത് വീതി കുറവാണ്. ഇങ്ങനെയുള്ളിടത്താണ് 2 വെല്ലുവണ്ടി വരുമ്പോൾ സൈഡ് കൊടുക്കാൻ ബുദ്ധിമുട്ട്. ഇതുണ്ട്, ഇവിടെ കുറച്ച് ദൂരം വീതി കുറവാണ്. നമ്മളെ കണ്ടിട്ടില്ലാത്ത എന്തെല്ലാം സസ്യങ്ങളും ജീവികളും ഉണ്ട് ഈ വനത്തിൽ, അപൂർവങ്ങളായ ജീവികൾ. മോളിക്കൂടെ ഒരാൾ ക്രോസ് ചെയ്യുന്നുണ്ട്. ഒരു കുഞ്ഞിക്കൊരങ്ങൻ. ഇത് പറയുകയാണെങ്കിൽ ഇവിടെയും വലിയ മരങ്ങളൊക്കെ ഉണ്ട്, നല്ല നിബിഡ വനമാണ്. കോവൈ 50 കിലോമീറ്റർ. കോയമ്പത്തൂർ. കോവൈ കോയമ്പത്തൂർ. അതെ, കുറച്ച് ദൂരം ഞാൻ ഓടിക്കാം. ദിണ്ടിഗൽ 180, തിരുപ്പൂർ 64 കിലോമീറ്റർ. നമ്മൾ ഈ ഇറങ്ങി വന്നാൽ നമ്മൾ NH 181 കൂടെയാണ്. അവസാനത്തെ ആണോ? അതെ, ഒരു വണ്ടി കയറി വരുന്നുണ്ട് ഇവിടെ. ലോറി വിറകുമായിട്ട് കയറി വരുന്ന. സെക്കൻഡ് ഹെയർ പിൻ ബെൻഡ, ഒരെണ്ണം കൂടെ ഉണ്ട്. ഒറ്റ ഹെയർ പിന്നൂടെ ഇറങ്ങിയാൽ, എന്നാലും നമ്മൾ താഴെ എത്തിയല്ലോ, കുറച്ചുകൂടെ ഉണ്ട്. ഊട്ടിയോട് എപ്പോഴേ വിട പറഞ്ഞു. നീലഗിരിയോട് വിട പറയും. ഈ NH 181 തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ തുടങ്ങി കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ അവസാനിക്കുന്ന ഒരു ഹൈവേ ആണ്. ഏകദേശം 210 കിലോമീറ്റർ നീളമുണ്ട് ഈ ഹൈവേക്ക്. ചെറിയൊരു ഹൈവേ, ചെറിയൊരു നാഷണൽ ഹൈവേ. അപ്പോൾ ഇത് ലാസ്റ്റ് ഹെയർ പിൻ ബെൻഡാണ്. ഇവിടുന്നത്തെ ഫസ്റ്റ് ഹെയർ പിൻ ബെൻഡ്. അതെ, നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ലാസ്റ്റും താഴെ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ ആദ്യത്തെയും ഹെയർ പിൻ ബെൻഡാണ് ഇപ്പം നമ്മൾ ഇറങ്ങി വന്നത്. അപ്പം ഇനി ഒരു കുറച്ച് ദൂരം, ഇപ്പം തന്നെ തണുപ്പൊക്കെ പോയി, ചെറിയ ചൂടാകാൻ തുടങ്ങി. കാന്തിപുരം, അത് കോയമ്പത്തൂർ കാന്തിപുരം സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സാണ്. അങ്ങോട്ട് കയറി പോകുമ്പം ഇവിടുന്ന് കയറാൻ തുടങ്ങുന്നത് ഒരു പോലീസ് ഔട്ട് പോസ്റ്റായിരുന്നു. താഴേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടോ കൃഷികളൊക്കെ കാണാൻ തുടങ്ങി. വാഴത്തോപ്പാവും. പക്ഷെ ഇവിടെയൊക്കെ ഈ മൃഗങ്ങളുള്ളതുകൊണ്ട് വല്ലതും കിട്ടുമോ അല്ലേ? അതെ, കുരങ്ങന്മാരൊക്കെ കൊണ്ടുപോകല്ലേ. പക്ഷെ ഇത് ഇട്ടിട്ടുണ്ട്, ഇലക്ട്രിക് ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. എന്നാ പൊക്കത്തിലിട്ടേക്കുന്ന നോക്കിയേ കമ്പി. അതെ, ആ എണ്ണം കൈ കാണിക്കുന്നുണ്ട്. ഇവരാ മുമ്പേ അവിടെ നിന്ന് കൈ കാണിച്ചില്ലേ? വീഡിയോ എടുത്തേ. അവിടെ നിന്ന് ഇടയില്ലാത്തോണ്ട് ഇവര് താഴെ നിർത്തിയതാ. രാജേഷ് തമ്പി. നല്ല ഇറങ്ങി, നല്ല ഇറങ്ങി. எங்க எந்த ஊரு? நாங்க இதே கோயம்புத்தூர். கோயம்புத்தூர். ஓகே. அவரு குஜராத். நாங்க பாத்துறோம். அவர்கிட்ட சும்மா சொன்னோம் இந்த மாதிரி vloggers. அவர் குஜராத். गुजरात में कहां? गुजरात में? कच्छ में. हां, ओके ओके. Have you visited ever? हां, कच्छ आया था पहले. When? 1 साल पहले. Okay. Where did you visit? उधर पूरा घुमाए. एक हफ्ता था. वो गांधीधाम आया था. Okay. इसके बाद में. So have you visited Run of Kutch? हाँ, देखा है. And 1 साल होगा. Run of Kutch പോയിട്ട് എത്ര നാളായി? 1 വർഷം കഴിഞ്ഞു. 1 വർഷത്തിന് മേളിലായി. हाँ, 1.5 साल होगा अभी. Okay. 1.5 years. हाँ. And Road to Heaven have you visited? हाँ, पूरा नहीं. वो कौन सा रोड है? Road to Heaven. Road to Heaven പോയോ? ഇല്ല. हाँ, वो नहीं मिला. It's wonderful. Just search on Google. अभी भी जाना था. वो उसमें ट्रक में आया था. Okay. ट्रक लेके आया था. इसलिए ज्यादा. This season after October to February. October to February. हाँ, okay. Best experience. Okay. Road to Heaven is one of the best experiences. हाँ, अभी आना है. गुजरात बहुत घूमना का है. Welcome. Most welcome. Okay. Thank you. ஓகே ஜி. Okay. இப்போ അടുത്ത് ഒന്നും പ്ലാൻ പണല. നൈറ്റ് അപ്പഴേ പോകും, കേരള പോകും. അപ്പം മലയെല്ലാം ഇറങ്ങി നമ്മൾ താഴെ വന്നു. നമുക്കേ ഒരു ചായയോ കടുങ്കാപ്പിയൊക്കെ വെച്ച് കുടിച്ചിട്ട് പോയാലോ? മേട്ടുപ്പാളയം ബ്ലാക്ക് തണ്ടറാ. നമ്മളവിടെ വണ്ടർല ഒക്കെ വരുന്നതിന് മുമ്പ് എല്ലാവരും ഇങ്ങോട്ടായിരുന്നു വരുന്നത്. വീഗാലാൻഡ് വരുന്നതിന് മുമ്പ്. അത് തന്നെ. അപ്പോൾ നമ്മൾ മേട്ടുപ്പാളയം എത്തി. അപ്പം മേട്ടുപ്പാളയത്ത് നിന്ന് നമ്മൾ നേരെ കോയമ്പത്തൂർ പോയേക്കാം. കോയമ്പത്തൂരിൽ നമുക്ക് പൊള്ളാച്ചി റൂട്ടിൽ വേണം പോകാൻ. വേറൊരു റൂട്ടിൽ കൂടെ നമ്മൾ പോകുന്നത്. ഭവാനിപ്പുഴയുടെ തീരത്താണ് മേട്ടുപ്പാളയം. കോയമ്പത്തൂർ റൈറ്റിലേക്ക് 35 കിലോമീറ്റർ. സത്യമംഗലം നേരെ 44 കിലോമീറ്റർ. സത്യമംഗലമൊക്കെ പോകാമായിരുന്നു വേണമെങ്കിൽ. ഇപ്പോഴെങ്കിൽ നിപ്പാട്ട് ഏതാவது சாப்பிட்டு போகலாம்.
ഇന്ന് കുക്കിംഗ് ഒന്നും നടത്തിയില്ല നമ്മൾ. ഏതൊക്കെയാണ് നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ അല്ലേ അതെ, എന്നാ cook ചെയ്യാനാ? അതെ, കഴിച്ചിട്ട് പോവാം. ഇഷ്ടം പോലെ കടകളുണ്ട്. അല്ല, വേറെ സ്ഥലങ്ങളിലൊന്നും ഇപ്പൊ കടയില്ലേ? അല്ല, ഉണ്ട്. എന്നാലും തമിഴ്നാടെന്നൊക്കെ പറഞ്ഞിട്ട് അതെ ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടുമല്ലോ. എന്താണെങ്കിലും തമിഴ്നാട്ടിൽ വന്നാൽ നമുക്ക് നല്ല വാഴയിലയിൽ കഴിക്കാം. അതെ, ഫ്രഷ് വാഴയില, ഫ്രഷ് പൊറോട്ട. അപ്പം പൊറോട്ടയും സാമ്പാറും. ചട്നിയാണ്. അത് കുറുമയാ? സാമ്പാർ എടുക്കണം. സാമ്പാർ കൊടുക്കാം. സാമ്പാർ കൊടുക്കാം. സാമ്പാർ മതി. സാമ്പാർ. അത് വെജ് കുറുമ. ഒരു പൊറോട്ട തന്നെ. ചട്നി വേണ്ടമാ? സാമ്പാർ മാത്രം മതി. പൊറോട്ട സാമ്പാർ, അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ. കൊഞ്ച് സാമ്പാർ. അപ്പോൾ പൊന്നു കാൽ ദോശ ചൊല്ലിയിருக்கு. ഞാൻ ഒരു പൊറോട്ട, ഈ ഒരു പൊറോട്ട തന്നെ ധാരാളമാണ്. വലിയ പൊറോട്ട. സാമ്പാർ വന്നില്ലേ? സാമ്പാർ എനിക്ക് വന്നില്ല. ചട്നിയല്ല എൻ്റെ ഇതിൽ വിലയിൽ ഇഷ്ടം പോലെ ഇരിക്കുന്നത്. ഞാനെല്ലാം കൂട്ടുകയല്ല. ഇതുണ്ട്. ഇത് സാധാ ദോശ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന. പക്ഷെ ഇവിടെ ഭയങ്കര വലുപ്പമാണ്. ദോശയ്ക്ക് ഒരു ദോശ തന്നാൽ മതി. ഒരെണ്ണം നിന്നാൽ മതി. ഇതെല്ലാം മേട്ടുപ്പാളയം സൈഡിൽ നിന്ന് പോകുന്ന പച്ചക്കറിയൊക്കെയാണ്. നമ്മളിപ്പോൾ ഇതേ കോയമ്പത്തൂരെത്തി. തേനി 227, ദിണ്ടിഗൽ 163, പളനി 110, പാലക്കാട് 53, പൊള്ളാച്ചി 42. നമുക്ക് പൊള്ളാച്ചി വഴിയാണ് പോകുന്നത്. ഇവിടെ എല്ലാം ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുക. ഇത് പകൽ വന്ന് നല്ല ട്രാഫിക് ആയിരിക്കും ഇവിടെ. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്. ഈ ഫ്ലൈ ഓവറിൻ്റെ പണി തുടങ്ങിയിട്ട് കുറേ കാലമായി. ടൗണിൻ്റെ നേരെ നടുക്കൂടെ അങ്ങേയറ്റം വരെയുള്ള ഒരു ഫ്ലൈ ഓവറായത്, എലിവേറ്റഡ് ഹൈവേ. ഇത് പണി തീർന്ന അടിപൊളിയാണ്. ട്രാഫിക് ഇല്ല. ഇതിൻ്റെ മുകളിൽ കൂടെ നേരെ അങ്ങ് പോവാം. ശരിക്കും നമുക്ക് ഏറ്റുമാനൂർ പോകാൻ ഇവിടുന്ന് കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്, തൃശ്ശൂർ, അങ്കമാലി, മൂവാറ്റുപുഴ അങ്ങനെ പോയാൽ മതി. ഇവിടെല്ലാം ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പണി നടക്കുന്നതുകൊണ്ട് വെള്ളം കെട്ടിക്കിടക്കുക ഇവിടെല്ലാം. ഇപ്പോൾ ഇത് നമ്മൾ ഗാന്ധിപുരം എത്തി. ഗാന്ധിപുരം കോയമ്പത്തൂർ ടൗണിൽ കൂടെയാണ്. നമ്മൾ ടൗണിനകത്തൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോയമ്പത്തൂരെ മെയിൻ ബസ് സ്റ്റാൻഡാണ് ഈ ഗാന്ധിപുരം, വലിയ ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കോയമ്പത്തൂർ, പൊള്ളാച്ചി, ഉടുമൽപേട്ട്, മറയൂർ, മൂന്നാർ, പൂപ്പാറ, ശാന്തമ്പാറ, നെടുങ്കണ്ടം വരെ പോകേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തുന്ന പിന്നെ ഇങ്ങനെ കയറി അങ്ങ് പോകാമെന്ന് വെച്ചു. ഇല്ലെങ്കിൽ പിന്നെ വീട്ടിൽ ചെന്നിട്ട് പിന്നെ അവിടുന്ന് കാറിന് പോകണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കറങ്ങി അങ്ങ് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇനി നെടുങ്കണ്ടം ചെന്ന് അവിടെ കുറച്ച് പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് മിക്കവാറും അവിടുന്ന് വാഗമൺ വഴി, ഈരാറ്റുപേട്ട വഴി നേരെ ഏറ്റുമാനൂർ. അങ്ങനെ ആയിരിക്കും നമ്മുടെ ഈ ട്രിപ്പ്. ഇവിടെയൊക്കെ പകൽ വന്നാൽ നല്ല തിരക്കായിരിക്കും. പാലക്കാട്, പൊള്ളാച്ചി, ഉക്കടം ഒക്കെ ലെഫ്റ്റ്. ഇതെല്ലാം കോയമ്പത്തൂരിൻ്റെ മെയിൻ ടൗണിൻ്റെ ഭാഗങ്ങളാണ്. പൊള്ളാച്ചി 40 കിലോമീറ്റർ ഉണ്ട്. ഇതെല്ലാം ഫ്ലൈ ഓവറുകളായല്ലോ. കുറേ പാലങ്ങളുടെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ. പാലക്കാട് 51 കിലോമീറ്റർ. കോയമ്പത്തൂർ ടൗണിൽ വന്നിട്ട് കുറേ നാളായി കേട്ടോ. ഉടുമൽപേട്ട് 70 കിലോമീറ്റർ. ഇതെല്ലാം പച്ചക്കറി വണ്ടികളാണ്, കേരളത്തിലേക്ക് പോകുന്ന. ഈ വണ്ടികളെല്ലാം നേരം വെളുക്കുമ്പം മാർക്കറ്റിലെത്തും. കാറ് വന്ന വണ്ടിയാണ്. കാറെല്ലാം ഇറക്കി തീർന്നു. കാർ ഗാഡിയാന്ന് കാറുകളെല്ലാം ഇറക്കി. അതായത് ലോഡ് ഇറക്കാൻ എന്നെ എളുപ്പമല്ലേ? എന്നാ എളുപ്പമാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് ഇറക്കിയപ്പോഴേ. എലിവേറ്റഡായി ഇവിടെയെല്ലാം കുറേ ഭാഗമെല്ലാം പണി തീർന്നു തോന്നുന്നു. കോയമ്പത്തൂർ ടൗണിൽ വന്നിട്ട് കുറേ കാലമായിരുന്നു. ഒരുപാട് മാറ്റമായല്ലോ. ഇവിടുന്ന് പൊള്ളാച്ചി ലെഫ്റ്റിലേക്ക്, പാലക്കാട് റൈറ്റിലേക്ക്. നമ്മൾ ഇവിടുന്ന് തിരിയും, പൊള്ളാച്ചി റൂട്ടിൽ തിരിയും. പാലക്കാട് പോകാനാണെങ്കിൽ ഇവിടെ നേരെ റൈറ്റ് പോകണം. നമ്മളീ പോകുന്ന പൊള്ളാച്ചി പല സിനിമയുടെ ലൊക്കേഷനുകളാണല്ലോ. അതെ, അതുവഴി ഒരു യാത്ര നടത്തണം. പൊള്ളാച്ചി അല്ലേ? പൊള്ളാച്ചി ഒന്ന് കറങ്ങണം. തീർത്ഥയാത്ര പോലെ സിനിമാ യാത്ര. സിനിമയിൽ ചാൻസ് കിട്ടുമോ അപ്പോൾ? നിനക്ക് കറങ്ങാൻ വേണ്ടിയാണോ? അതിന് നീ പൊള്ളാച്ചി വന്ന് കറങ്ങിയിട്ടൊന്നും കാര്യമില്ല. നീ ആ കോടമ്പാക്കത്തെങ്ങാനും ചെല്ലേ. ചെന്നൈ. ആ, ഇവിടെ ആകുമ്പോൾ മലയാളം പടങ്ങളൊക്കെ ഒത്തിരി ഷൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ചെന്നൈയിൽ ചെന്നാൽ തമിഴ് അറിയാമല്ലോ നല്ലല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു വഴിയാത്രക്കാരനോ വല്ല കള്ളനോ പോലീസോ കള്ളം വേണേ കിട്ടും. അത് ഉറപ്പുള്ള റോളാ. നിന്നെ പോലീസായിട്ട് അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാലേ വല്ല പട്ടി അതുവഴി വന്നിട്ടുണ്ടെങ്കിലേ മണ്ണാ ജില്ലാ കളക്ടറോ അങ്ങനെ വല്ലതും ആയി കിട്ടിയെങ്കിൽ. പട്ടിയുടെ കാര്യം പോട്ടെ, ഒരു പുഴുവിനെ കണ്ടാൽ തിരിഞ്ഞോടുന്ന ആൾ അവിടെ കിടന്ന് ഡാൻസ് കളിക്കും. തിരിഞ്ഞോടുകയല്ലേ, പുഴു കാല് കയറിയാൽ അന്നേരം ഡാൻസാ. അതെ. അതിനൊരു കാര്യം അറിയോ? ഈ ഏറ്റവും മറ്റേ ഈ തമിഴ്നാട്ടിലൊന്നും പുഴുവില്ല. അതിന് ഷൂട്ടിങ് തമിഴ്നാട്ടിൽ തന്നെയാണോ നടക്കുന്നത്? അങ്ങനല്ലല്ലോ. കളക്ടർക്ക് ഷൂ ഉണ്ട്, പോലീസുകാരനും ഷൂ ഉണ്ട്. ഷൂ ഉണ്ടായിട്ട് തന്നെ കാര്യം. ഷൂവിന്റെ മുകളിൽ കയറിയാൽ പോലും നീ ഡാൻസ് കളിക്കല്ലേ ഉള്ളൂ. അതില്ല,
എനിക്കൊന്നാമത് ഈ കേസ് കേട്ട് നമ്മുടെ നാട്ടിലൊന്നും ഏറ്റുവാനൊന്നും ഈ സാധനം ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഏറ്റുമാനൊരു പട്ടിയില്ലേ? പട്ടിയുണ്ട്, പട്ടിയോടി ഓടിക്കാറും ഉണ്ട്. ആണോ? അതല്ല പിന്നെ എല്ലാ പട്ടിയും കാണും പോകുന്നത്. അതിന് പട്ടി ഓടിക്കുന്നതാണോ? നീ ഓടുന്നതല്ലേ? പട്ടി ഓടിക്കുന്നതല്ലല്ലോ, നീ തന്നെ ഓടുന്നതല്ലേ? ഞാൻ മാനമര്യാദയ്ക്ക് സൈഡ് പിടിച്ച് പോകുന്ന അത് എന്നെ കാണുമ്പോ കൊരയ്ക്കും. ഇങ്ങനെ പല്ലൊക്കെ കാണിച്ചിട്ട് അടുത്ത് വരുമ്പോ പിന്നെ ഞാൻ വലിയ പുള്ളിയാന്നൊന്നും പട്ടിയുടെ മുമ്പിൽ കാണിക്കാൻ പോകാറില്ല. ഞാൻ അന്നേരം ഓടും. പിന്നല്ല, ഫസ്റ്റ് വണ്ടിക്ക് വീട്ടിൽ കയറാൻ പറ്റും, അത്രയും കയറും. അപ്പൊ അതെ, നമ്മൾ എല്ലാൻഡി റോഡിലേക്ക് വന്ന് ഇറങ്ങുക. ഇത് നമ്മുടെ NH 544. റൈറ്റിലേക്ക് പോയാൽ പാലക്കാട്, ലെഫ്റ്റിലേക്ക് പോയാൽ സേലം. അപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ നേരെ അങ്ങ് പോകും. ഉണ്ടോ വഴിയിലെ തിരക്കുണ്ടോ? ഇതുവരെ നമ്മൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ എല്ലാൻഡി റോഡ് ക്രോസ് ചെയ്ത് നേരെ പൊള്ളാച്ചി റൂട്ടിൽ കയറി. പൊള്ളാച്ചി, ഉടുമൽപേട്ട്, നേരെ ഉടുമൽപേട്ട് പളനിയൊക്കെ പോകും. ഉടുമൽപേട്ടിൽ നിന്ന് തിരിഞ്ഞ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ കയറി മറയൂർ വഴി നേരെ മൂന്നാർ. ഇവിടെ എല്ലാം എലിവേറ്റഡ് ഹൈവേ ആയല്ലോ. ഇവിടെ ഇതിലേക്ക് വന്നിട്ട് ഒത്തിരി നാളായി കേട്ടോ. ഇത് കിണത്തിക്കടവ്, ഇത് കിണത്തിക്കടവ്. പൊള്ളാച്ചി ബൈപ്പാസാണ്. കുറച്ചുകൂടെ പണി തീരാറുണ്ടെന്ന് തോന്നുന്നു. അപ്പുറത്തെ സൈഡ് ഓപ്പൺ അല്ല. അപ്പോഴേ ബാക്കി എല്ലാവരും കിടന്നുറങ്ങി, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം നമുക്കൊരു 10-20 കിലോമീറ്റർ കൂടെ പോയാൽ മതി. 20-25 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ ഉടുമൽപേട്ട അങ്ങ് പാസ്സായി എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാം. അതോ രാത്രിയിൽ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ കൂടി പോവോ? പകല് പോവാണെങ്കിൽ ആനേനെയും പുലിയേനെയും കടുവേനെയും കണ്ടുപോകാലോ. അത് പകലല്ല, രാത്രിയിലേ കാണത്തുള്ളൂ. രാത്രിയിലേ കാണത്തുള്ളൂ. പകല് പോവാം. പകല് പോന്നോ? ഇതാണ് പുളിയാമ്പട്ടി. ഇത്തിരി പുളിയുണ്ടല്ലോ. പുളി ഇഷ്ടം പോലെ. നല്ല തമിഴ്നാട്ടിലെല്ലാം റോഡ് സൈഡിൽ പുളിമരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, വലിയ പുളിമരങ്ങൾ. തമിഴ്നാട്ടിലെ റോഡ് സൈഡിലെല്ലാം പുളിയും ആര്യവേപ്പും. പിന്നെ ചിലയിടത്ത് മാവൊക്കെ വളരെ കുറവ്. ആര്യവേപ്പും പുളിയാണ് എല്ലായിടത്തും കൂടുതൽ. ആര്യവേപ്പിൻ്റെ ഒക്കെ തണലിലിരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. ഒന്നാമത് ഇവിടെ ഭയങ്കര ചൂടല്ലേ, ചൂടും വെയിലും അല്ലേ. അതെ അതെ അതെ. പൊള്ളാച്ചി ബൈപ്പാസിൻ്റെ പണിയൊന്നും പൂർത്തിയായിട്ടില്ല. പൊള്ളാച്ചി ബസ് സ്റ്റാൻഡ് റൈറ്റിലേക്ക്, പളനി 66 കിലോമീറ്റർ, വാൽപ്പാറ 66 കിലോമീറ്റർ, പാലക്കാട് 47, തൃശ്ശൂർ 98. അതൊക്കെ റൈറ്റിലേക്കാണ്. നമുക്ക് നേരെ പോവാം. വാൽപ്പാറയും പളനിയും നമ്മുടെ 66 നമ്പർ തന്നെയാണ്. 66 തന്നെയാണല്ലോ, അതാ ഞാൻ ഓർത്തത്. അപ്പോൾ നമ്മൾ പൊള്ളാച്ചിയൊക്കെ കഴിഞ്ഞ് ഉടുമൽപേട്ട് റൂട്ടിലാണ്. ഒറ്റയ്ക്കിരുന്ന് ഓടിക്കാൻ പേടിയില്ലല്ലോ അല്ലേ? അതൊന്നുമില്ല. സ്റ്റീറിങ്ങും സ്റ്റീറിങ്ങും ഇതൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പേടിയൊന്നുമില്ല. അത് തന്നെ, നിലത്തോട്ട് ഇറങ്ങാതിരുന്നാൽ മതിയല്ലോ. അതെ അതെ അതെ. രാത്രി വണ്ടി വളരെ കുറവല്ലേ? ഈ വഴിക്ക് ഭയങ്കര വിജനത. പക്ഷെ പകല് വന്നാൽ നല്ല തിരക്കുണ്ട്. പക്ഷെ കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടിട്ട് അധികം വണ്ടികളൊന്നും കണ്ടില്ല. വളരെ കുറവായിരുന്നു വണ്ടികൾ. ഈ വഴിയെല്ലാം 4 ലൈനായി. അതെ അതെ, ഞാൻ ആദ്യമായിട്ടോ ഇതില്. അടിപൊളി വഴിയായി അല്ല. നമ്മളിപ്പം ഉടുമൽപേട്ട് അടുക്കാറായി. എന്നാ പിന്നെ ഞാൻ കിടന്നൊന്ന് ഉറങ്ങണ്ടായി. കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.